ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ അമ്മ ഇവിടെ മത്തി ക്ലീൻ ചെയ്യുവാണ്. നല്ല ഫ്രഷ് മത്തി കിട്ടിയിട്ടുണ്ട്. മീൻ അവിക്കാൻ പോവാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ക്യാമറയും കൊണ്ടിങ്ങി വന്നു. അമ്മയുടെ വൺ ഓഫ് ദ സിഗ്നേച്ചർ ഐറ്റംസ് ആണ്. സോ എല്ലാവരും ഡു ട്രൈ ഇത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അമ്മ മത്തിയെല്ലാം കട്ട് ചെയ്ത് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടേക്കാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. 11 കാന്താരി മുളക്, 20 കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്, 1 കുടം വെളുത്തുള്ളി, 2 ചെറിയ പീസ് ചെറുതല്ല മീഡിയം സൈസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 4 പുളിഞ്ചിക്ക. പുളിഞ്ചിക്ക ഇല്ലെങ്കിൽ നമുക്ക് പുളി അല്ലെങ്കിൽ തക്കാളി അല്ലെങ്കിൽ മാങ്ങ യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ ഉപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഇത്രയാണ് നമുക്ക് മത്തി അരിക്കാനായിട്ട് ആവശ്യമുള്ളത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. പുളിഞ്ചിക്ക് ഇഞ്ചി ഒന്ന് സ്ലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിതൊന്ന് ചതച്ചെടുത്ത ശേഷം നമുക്ക് നമ്മുടെ മത്തി മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് വേണ്ടുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഇട്ട ശേഷം നല്ലോണം കൈവച്ച് മിക്സ് ചെയ്യുക കേട്ടോ. ഈ മസാലാസ് എല്ലാം മീനിൽ നല്ലോണം പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുക. നേരത്തെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ചതച്ച ബൗളിൽ തന്നെ 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് ഈ മത്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും വെള്ളം വേണം ഈ മത്തി നല്ലോണം കുക്കായി വരാനായിട്ട്. വൺസ് കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും ജസ്റ്റ് തിള വന്നു തുടങ്ങുമ്പോൾ ഇതൊന്നിങ്ങനെ കറക്കി കൊടുക്കുക, ഇളക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മത്തി ഓൾമോസ്റ്റ് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ കുറച്ച് കറിവേപ്പില ഒന്ന് തൂക്കി കൊടുക്കുക. എന്താ മണം! നമ്മുടെ അടിപൊളി മത്തി അവിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത്. ഇതിൻ്റെ കൂടെ കപ്പയും കൂടി ഉണ്ടെങ്കിൽ പൊന്നു മോനെ വേറെ ഒന്നും വേണ്ട. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സൂപ്പർ റെസിപ്പിയാണ്. ആൻഡ് ട്രൈ ചെയ്തിട്ട് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. താങ്ക് യു. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് കേട്ടോ. ബൈ.